3 മണി എന്നൊക്കെ പറഞ്ഞാൽ കറക്റ്റ് 3 മണി, ഒരു വ്യത്യാസമില്ല. എന്താ നീ കൊണ്ടുവന്നത്? വരുമെന്ന് തന്നെ നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. സഹായിക്കാൻ ആമിമോളും ഉണ്ട്. ഉണ്ണിമായ വന്ന് ഞങ്ങൾ സ്പെഷ്യലായിട്ട് ബിരിയാണി ഉണ്ടാക്കും. വളരെ ബിരിയാണി സ്പെഷ്യലിസ്റ്റ് ആണ്. ഇന്ന് പതിവില്ലാതെ നല്ല മഴയും. അപ്പം പിന്നെ ഞങ്ങൾ 4 പേരുടെ അടുക്കളയിൽ കയറി. മോളുണ്ടായിട്ട് തന്നെ എനിക്ക് കുറേ സമയം അടുക്കളയിൽ നിന്ന് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവളുമാർ രണ്ടുപേരും ഹെൽപ്പ് ചെയ്ത് തന്നെ അവർ മോളെ നോക്കിക്കോളും. അപ്പം ഞാൻ എല്ലാം പ്രിപ്പയർ ചെയ്യാം. ഇന്ന് ഞാനാണ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. പക്ഷേ അവരാണ് എന്നെ സഹായിച്ചത്. ഉണ്ണിമായ നന്നായിട്ട് ബിരിയാണി ഉണ്ടാക്കും. അപ്പം കൈ പിടിച്ച് കാണിക്കുമോ? എന്താ കാണിച്ചോ? കിട്ടുന്നോ? ശിവലിക ഉണ്ടായത് തന്നെ കുക്കിങ്ങിൽ സമയം പോയതേ അറിഞ്ഞില്ല. ഞങ്ങൾ ഒരു എൻജോയ്മെൻറ്റിൽ കുക്ക് ചെയ്ത് തീർത്ത്. അപ്പോൾ ഇതെങ്ങനെ കുക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കാൻ ട്രൈ ചെയ്തത്. പക്ഷേ അമേസിങ് ടേസ്റ്റ്. നിങ്ങൾ എന്തായാലും പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. ഞാനൊരു റെസിപ്പി പറയാം. ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. ആദ്യമേ മുളക് പൊടി, സാധാരണ മുളക് പൊടി, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി, ഓരോരോ ടേബിൾ സ്പൂൺ. പിന്നെ നിങ്ങൾ ചിക്കൻ എടുക്കുന്നതിനനുസരിച്ചാണ് കേട്ടോ. പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ തൈര്, ഉപ്പ്. പിന്നെ ഇത് ആദ്യമേ നമ്മൾ വറുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് വറുക്കാനുള്ള മസാലയായിട്ട് പുരട്ടി വെച്ച് ഇത് വറുത്തിട്ടാണ് പിന്നെ ബിരിയാണി ഉണ്ടാക്കുന്നത്. എനിക്ക് ഡബ് ചെയ്യാൻ ഒട്ടും കോൺഫിഡൻസ് ഇല്ല, എസ്പെഷ്യലി ഈ കുക്കിംഗ് വീഡിയോസിൽ. കാരണം ഞാൻ പറയുന്നതൊക്കെ തെറ്റായി. അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ക്ഷമിക്കണം, കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും ഞങ്ങൾ ഇടയ്ക്ക് ഹായ് കാണിക്കാൻ വരും. ഉണ്ണിമ ഇവിടെ വന്ന് തന്നെ ഞാൻ എല്ലാ പടികളും കൊണ്ട് ചെയ്യിപ്പിക്കും. കഷ്ടം. എല്ലാം കറക്റ്റായിട്ട് ചെയ്തു തരും. എല്ലാം അരിഞ്ഞ് തന്ന് എന്നെ ബിരിയാണി അരിയെല്ലാം കറക്റ്റായിട്ട് അളക്കാനെല്ലാം സഹായിച്ച്. നമ്മളൊരു 7 സവാള എടുത്തിട്ടുണ്ടായിരിക്കും. കാരണം ആദ്യം നമ്മൾ സവാള വഴറ്റണം നെയ്യിൽ. അതിന് വേണ്ടി സെപ്പറേറ്റ് അരിഞ്ഞു വെക്കണം. പിന്നെ നമ്മൾ വെള്ളം ചൂടാക്കിയിട്ട് ആദ്യമേ അരി കഴുകി വെക്കണം. ഞാൻ 1 കിലോ അരിയാണ് എടുത്തേക്കുന്നത്. അത് ഏത് ഗ്ലാസ്സിലാണോ അളക്കുന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ വെള്ളവും അളക്കും. അപ്പം ഇതെന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ അരി കഴുകി മാറ്റി വെച്ച് കുതിരാൻ വേണ്ടിയിട്ട്, എന്നിട്ട് വെള്ളം ചൂടാക്കി അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, സാധാരണ നമ്മൾ ഇടുന്ന കണക്ക് തന്നെ, ബേ ലീഫ്, പിന്നെ നാരങ്ങ നീര്, പിന്നെ അത് ഫുള്ളങ്ങിട്ട് കൊത്തോടിട്ട്, അത് കഴിഞ്ഞിട്ട് അത് തിളയ്ക്കുമ്പോൾ അരി ഇട്ട് തിളപ്പിച്ച് അതിനുശേഷം നമ്മൾ ചിക്കൻ വറുക്കാൻ വെച്ച്. ആക്ച്വലി ചിക്കൻ വറുക്കുന്നതിന് മുന്നേ ആ എണ്ണയിൽ ഞാൻ സവാള വഴറ്റിയെടുത്ത് അത് മാറ്റി വെച്ച് നെയ്യിൽ. അത് കഴിഞ്ഞ് ആ എണ്ണയിൽ തന്നെ നമ്മൾ ചിക്കൻ വറുത്തെടുത്ത്. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് ഫുള്ള് വറുക്കാൻ പറ്റിയില്ല, കുറേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഒരു പാനിനകത്ത് സെപ്പറേറ്റ് വറുത്ത്. ഞാനുമാണ് എനിക്ക് ഐഡിയ പറഞ്ഞത്. പിന്നെ അതിലേക്ക് ആ ചിക്കൻ വറുത്ത എണ്ണയ്ക്കകത്തോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലയും കൂടെ അരച്ച പേസ്റ്റ് നന്നായിട്ട് ചൂടാക്കി, അതായത് വരട്ടിയെടുക്കണം. അപ്പോഴത്തേക്ക് നമ്മളതിലേക്ക് തക്കാളി ഇടണം. സവാള നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ചുകൊണ്ട് പിന്നെ അതിനകത്ത് സവാള ഇട്ടില്ല, തക്കാളിയാണ് ഇട്ടത്. നന്നായിട്ട് വഴറ്റി എടുക്കണം. എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആക്കണം. അതിനകത്ത് ഒരു അല്പം ഉപ്പ് ഇടാൻ വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ആമി കരയുന്നുണ്ടായിരുന്നു. അപ്പം ഉണ്ണിമായ മോളെ കൊണ്ടുവന്ന് തന്ന്. അത് കഴിഞ്ഞ് നമ്മളതിനകത്ത് ബിരിയാണി മസാല ഇട്ട്, പിന്നെ നോർമൽ ഗരം മസാല. ഞങ്ങളുടെ കൈ പിന്നെ ഒരു അല്പം കാശ്മീരി ചില്ലി, അത് ഓപ്ഷണലാണ്. പിന്നെ വറുത്ത് വെച്ച ആ ചിക്കനും കുറച്ച് മല്ലിയില, പുതിനയില എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനകത്തേക്ക് തൈര്, 4 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അതും കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഒരു പ്രത്യേക മണവും ടേസ്റ്റും, എന്താ പറയുക, ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ചിക്കൻ റോസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സൂപ്പർ കറി. ഇത് കണ്ടിട്ട് എനിക്ക് തിന്നാൻ തോന്നുന്നു. നോക്ക് ആമിമോളും ഇടയ്ക്ക് സഹായിക്കും. സാധാരണ ദമ്മെടുത്തുകൊണ്ട് ചോറിട്ട് അതിൻ്റെ മേളിൽ ചെയ്തിട്ട് പിന്നെ മല്ലിയില, പുതിനയില, ചിക്കൻ കറി, അത് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് 3-4 ലെയറായിട്ട് ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അത് ദം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലതായിട്ടൊരു ഇതിൻ്റെ ഒരു അടപ്പ് കാണുമല്ലോ, അടപ്പിൽ അടച്ച് വെക്കണം. എന്നിട്ടൊരു വെയിറ്റ് എടുത്ത് അതിൻ്റെ മേളിൽ വെക്കണം. എനിക്ക് കറക്റ്റായിട്ട് ദമ്മിടാൻ അറിയത്തില്ല. അവളുമാർക്ക് നന്നായിട്ട് അറിയാതെ എൻ്റെ കളിയാക്കുന്നുണ്ടായിരുന്നു എനിക്ക് ദമ്മിടാൻ അറിയത്തില്ല എന്നൊക്കെ
പറഞ്ഞിട്ട് അറിയാതെ രീതിയിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് മേളിൽ മല്ലിയിലും പുതിനയിലും ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ട് വരും. അപ്പം അത് മേളിൽ ഇട്ട് കൊടുക്കണം. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ അതെല്ലാം ഇട്ട് കൊടുത്ത് അത് കഴിഞ്ഞിട്ടാണ് ഞാനിത് അടച്ചു വെച്ചത്. അതിന് മേളിൽ വെയിറ്റിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഇടി കുഴവി എടുത്ത് വെച്ച് നമ്മൾ ദമ്മ് പൊട്ടിക്കാൻ പോവാണ് ഗൈസ്. ദം 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 അതും കൂടി ഇടണം കേട്ടോ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അപ്പോൾ ഫസ്റ്റ് ഉണ്ണിട്ട് ഫസ്റ്റ് ചിക്കൻ കറി നോക്കിട്ടേട്ടാ. ചിക്കൻ കാലല്ലേ? പിന്നെ ഫൈനലി ഞങ്ങൾ എങ്ങനെയോ കഷ്ടപ്പെട്ട് ചിക്കൻ കാല കണ്ടുപിടിച്ച്. ചിക്കൻ കാലാണ് നമ്മുടെ മെയിൻ. അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് സലാഡ്, ചിക്കൻ റോസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മുട്ട പുഴുങ്ങാൻ മറന്നുപോയി. പിന്നെ ഒന്നുകൂടെ പോയി മുട്ട പുഴുങ്ങിയിട്ടാണ് ഞങ്ങൾ കഴിച്ചത്. നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ കൂടെ അമ്മ ഇന്ന് വ്രതമില്ലായിരുന്നു. അമ്മയ്ക്ക് ഓൾറെഡി എല്ലാ ദിവസവും വ്രതമാണ്. പക്ഷേ ഇന്നൊരു അമ്മയ്ക്ക് വ്രതമില്ലാത്ത ദിവസം നോക്കി തന്നെ ഞങ്ങളിത് ഉണ്ടാക്കി. അത് കഴിഞ്ഞ് രാത്രി എല്ലാവരും കുറച്ച് ലേറ്റായിപ്പോൾ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കും എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ച്. ഈ സമയത്ത് ആമ എന്തായാലും ഉറങ്ങി, അല്ലെങ്കിൽ എനിക്ക് വിഷമം കൊടുക്കാതെ കഴിക്കുന്നത്. പാവം ചോറ് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് അവരോട് തന്നെ ചോദിക്കാം. ഹൗസ് ഇൻ ജാനുവിൻ ഉണിമോൾ പറയുന്നൊരു തന്നെ ആക്കിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബിലോ.